നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. അരനൂറ്റാണ്ടിനടുത്ത കാലം മലയാള സിനിമയുടെ ഭാഗമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. എറണാകുളം താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. 200-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു. സജോ ദേവസിയും വിനീത വേണുവുമുണ്ട്. ആദ്യം വിനീതയിലേക്ക്. വിനീത, സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഇത്രയധികം നർമ്മത്തിൽ പൊതിഞ്ഞ് എന്നാൽ വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ച നടനാണ്. അഭിനേതാവ് എന്ന നിലയിൽ, സംവിധായകൻ എന്ന നിലയിൽ, തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മലയാള സിനിമയുടെ ഹൃദയമായിരുന്നു ശ്രീനിവാസൻ. മലയാള സിനിമയുടെ ശ്രീ മായിഞ്ഞോ. ഡോക്ടർ അരുൺ, ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ദീർഘനാളായി അസുഖബാധിതനായിരുന്ന ശ്രീനിവാസന്റെ മരണം അല്പം മുൻപാണ് എറണാകുളം താലൂക്ക് ആശുപത്രിയിൽ സ്ഥിരീകരിക്കുന്നത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ താലൂക്ക് ആശുപത്രി പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് നമുക്ക് രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇത്രയും നർമ്മം കലർത്തി അവതരിപ്പിച്ച മറ്റൊരാളുണ്ടോ എന്നത് സംശയമാണ്. നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയും സന്ദേശം സിനിമയിലേക്ക് ശ്രീനിവാസന്റെ രംഗങ്ങൾ വീണ്ടും ചർച്ചയായിരുന്നതുമാണ്, അല്ലെങ്കിൽ അതെല്ലാവരും ഷെയർ ചെയ്തിരുന്നതുമാണ്. അങ്ങനെ നമുക്ക് നിത്യജീവിതത്തിൽ ഏതൊരു ഘട്ടത്തിലും ശ്രീനിവാസന്റെ സിനിമകൾ നമ്മോട് ചേർന്ന് നിൽക്കുന്നത് പോലെയാണ് തോന്നിയിരുന്നത്. കണ്ണൂർ സ്വദേശിയായ പാട്യം, കൂത്തുപറമ്പിനടുത്ത് പാട്യത്താണ് ശ്രീനിവാസൻ ജനിക്കുന്നത്. അച്ഛൻ അധ്യാപകനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ഫാമിലി ആയിരുന്നു അവരുടേത്. പിന്നീട് അദ്ദേഹം ഈ കണ്ണൂരിൽ തന്നെ പഠനം പൂർത്തിയാക്കുകയും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് മദ്രാസിൽ അവിടെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമ അഭിനയത്തിൽ ഡിപ്ലോമ എടുക്കുന്നത്. അന്ന് ഓർക്കണം, രജനീകാന്തിനൊപ്പം അദ്ദേഹം പഠിച്ചിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ മലയാള സിനിമയിൽ തൻ്റേതായ ഒരു വഴി വെട്ടിത്തെളിച്ചെടുത്ത ആളാണ് ശ്രീനിവാസൻ എന്ന് നമുക്ക് പറയാതെ വയ്യ. മോഹൻലാൽ, മമ്മൂട്ടി പോലെ തന്നെ സൂപ്പർ സ്റ്റാറുകൾ അരങ്ങ് നിന്നിരുന്ന സമയത്ത് അവരുടെ അരികുപറ്റി മറ്റൊരു സൂപ്പർ സ്റ്റാറായി നിന്നിരുന്നയാളാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ തനതായ അഭിനയ ശൈലിയൊക്കെ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്നതുമായിരുന്നു. 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് 84-ലാണ് ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയുടെ തിരക്കഥ എഴുതിക്കൊണ്ട് അദ്ദേഹം തിരക്കഥാ രചനയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ അത് ശ്രീനിവാസന്റെ കഴിവിൻ്റെ മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു എന്ന് പറയാം. 1989 പുറത്തിറങ്ങിയ വടക്കു നോക്കി യന്ത്രം അദ്ദേഹം സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം കുറിച്ച സിനിമയായിരുന്നു. ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ സിനിമകളിലൊന്ന്, ഇന്നും നമുക്ക് കണ്ടിരിക്കാവുന്ന സിനിമകളിലൊന്നാണ് വടക്കു നോക്കി യന്ത്രം. അതുപോലെ ചിന്താവിഷ്ടയായ ശ്യാമള, നാടോടിക്കാറ്റ്, സന്ദേശം, പട്ടണപ്രവേശം, വരവേൽപ്പ്, മിഥുനം, മഴയത്ത് മുൻപേ, ഉദയനാണ് താരം, കഥ പറയുമ്പോൾ. അങ്ങനെ ശ്രീനിവാസൻ സിനിമകൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ലാത്ത തരത്തിൽ അത്രയധികം സിനിമകളുണ്ടെന്ന് പറയാം. മോഹൻലാൽ ശ്രീനിവാസൻ കോംബോയിലൊക്കെ എത്ര സിനിമകളാണ് മലയാളത്തിന് പുറത്തും അത് ശ്രദ്ധേയമായത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടുന്നത് മികച്ച കഥയ്ക്ക്. സന്ദേശം എന്ന സിനിമയുടെ കഥ തന്നെ ശ്രീനിവാസൻ്റെതാണ്. 1991-ലാണ് അദ്ദേഹത്തിന് മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടുന്നത്. മഴയത്ത് മുൻപേ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും ഭംഗിയുള്ള സിനിമകളിലൊന്നായിരുന്നു മഴയത്ത് മുൻപേ. അതിൽ മികച്ച തിരക്കഥയ്ക്കുള്ള സിനിമ പുരസ്കാരം കിട്ടുന്നത് മഴയത്ത് മുൻപേക്കാണ്. ചിന്താവിഷ്ടയായ ശ്യാമള ഏറ്റവും ജനപ്രിയമായ സിനിമയാണ്. ഇന്നും മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായ സിനിമയിൽ ഒന്നാണ് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയേണ്ടി വരും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഒരു പക്ഷേ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ കോമഡി സറ്റയർ ചിത്രം ഇപ്പോഴും കാലാതിർത്തി നിൽക്കുന്നു എന്നുള്ളതും വാസ്തവമാണ്. ഇപ്പോഴും സന്ദേശത്തിലെ പല രംഗങ്ങളും പല വാചകങ്ങളും ഒക്കെ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷമൊക്കെ മീമുകളായിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിയിൽ കഥ എഴുതുകയും തിരക്കഥ എഴുതുകയും ഒക്കെ ചെയ്ത നടനും സംവിധായകനും മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകവുമായിരുന്നു. 2 സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകർക്കറിയാവുന്ന പോലെ ചിന്താവിഷ്ടയായ ശ്യാമളയും വടക്കു നോക്കി യന്ത്രവും. ഈ 2 സിനിമകളും വളരെ ജനപ്രിയമായ സിനിമകളായിരുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ ലളിതമായ സങ്കീർണതകളെ വളരെ ലളിതമായി തന്നെ അവതരിപ്പിച്ചയാളാണ് നടൻ ശ്രീനിവാസൻ. കോംപ്ലക്സുകൾ എങ്ങനെയാണ് സിനിമ ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിച്ചു തീർക്കുന്നത് എന്നത് സിനിമയിലൂടെ കഥാപാത്രമായി പകർന്നാടിയ നടൻ കൂടിയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ.